That is the highest peak. So let us revise avalanche. An avalanche is the downward movement of snow along with debris with the slope. What is a snowflake, Dennis? I don't know, sir. Anybody? It's a collection of crystals, sir. Good. Sit down. Charlie? साहब, It's time for ground exercise. ठीक है साहब. सावधान बैठ. आराम से. ग्राउंड एक्सरसाइज के लिए जाएं. जल्दी, जल्दी करो. ഒരെണ്ണം ഇല്ല ഈ ബാച്ചില്. എന്തൂസിയാസവും ഇല്ല. റിയൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ലോ പലരും ഇവിടെ വരുന്നത്. മൗണ്ടനിയറിംഗിന് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് IAS-നേക്കാൾ വലിയ കാര്യമായിട്ടാണ് സൊസൈറ്റിയിലെ പുങ്കന്മാര് വിചാരിച്ചിരിക്കുന്നത്. തന്നെ പോലുള്ള ഇൻസ്ട്രക്ടേഴ്സ് ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റാൻഡേർഡും പോയത്, അല്ലേ സൽമാൻ? Correct, sir. Jaiser Guru vice student. തൊലിക്കല്ലേ, ഞാൻ എന്ത് ചെയ്യണമെന്നാ? നല്ല ചാപ്പാടടിച്ച് തടിച്ചു കൊഴുത്ത് ദുർമേധസ്സും ആമവാദമുള്ള പിള്ളേരെ ഒരു കൊല്ലം കൊണ്ട് ടെൻസിംഗും ഹില്ലാരിയും ആക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് പൊളിക്കും. അതൊന്നും വേണ്ട. പക്ഷേ ഇൻസ്ട്രക്ടേഴ്സ് തമ്മിലുള്ള പഞ്ചായത്ത് കുറച്ച് നന്നായി. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഈ ഇൻസ്ട്രക്ടേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ഗുണാറ്റിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് നിർത്താൻ. തന്റെ ക്ലാസ് And behave yourself. Yes, Ganga madam is waiting for you, sir. I'm coming. Salam, sir. Salam. Customs officer Gangaji. എന്താ ഈ പരസ്യത്തിന്റെ അർത്ഥം? വിവാഹ കമ്പോളത്തിൽ നിനക്കെന്നെ എത്രയും പെട്ടെന്ന് വിറ്റഴിക്കണോ അല്ലേ? ഞാൻ നിനക്കൊരു ബേർഡൻ ആണെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ ഗൗതമനെ തുറന്നു പറയാം. നോക്ക്, ഞാൻ ഫോർമാലിറ്റിയും രക്തബന്ധമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു വിധവയുടെ മാനസികാവസ്ഥയാണ് എനിക്കിപ്പോ. രാജൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെന്നേ ഉള്ളൂ. എല്ലാം അറിയാവുന്ന നീ തന്നെ. ഗംഗ പറയുന്നത് കേക്ക്. കാര്യം അറിയാതെ കണ്ട പാതി കാണാത്ത പാതി നീ ഇങ്ങനെ വായി തോന്നി വിളിച്ചു പോരുത്. നീ ഒന്നും പറയണ്ട. നിനക്ക് പറയാനുള്ളത് മുഴുവനും നീ കാശ് കൊടുത്ത് അച്ചടിപ്പിച്ച ഈ കറുത്ത അക്ഷരങ്ങളിൽ ഉണ്ടടാ. വിൽക്കാൻ വെച്ച സ്ഥിതിക്ക് ഒരു ഓർഫൺ ആണെന്ന് കൂടി പറയാമായിരുന്നില്ലേ? വാങ്ങാൻ വരുന്ന ആണുങ്ങൾക്ക് ഒരു ബോണസ്. നിർത്ത്. എടി, നിനക്കും എനിക്കും ഇടയിലെ 3.5 മിനിറ്റേ ഉള്ളൂ. വെറും 3.5 മിനിറ്റിന്റെ മൂപ്പിന് വെറുതെ ഒരു രസത്തിന് ചേച്ചി എന്നൊക്കെ വിളിച്ച് സൂചിപ്പിച്ച് ബഹുമാനിച്ചതിന് എന്നെ വേണം പറയാൻ. നിർത്തി. ഇന്നത്തോടെ ആ കളി നിർത്തി. 10 മാസം ഒരുമിച്ച് ഒരു വയറ്റിൽ കിടക്കാമെങ്കിലേ നിന്നെ നേരെയാക്കാനും എനിക്കറിയാം. മേലാൽ നീ എന്നെ കാണാൻ വരരുത്. ഇങ്ങനെ ഒരു കൂടപ്പറപ്പില്ലെന്ന് വിചാരിച്ചാ മതി. ഓ ഗൗതം, സർ. എന്താ ഗംഗയ്ക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. മനസ്സിൽ ക്രൂരതയുള്ളവനെ ക്രൂലായി ബിഹേവ് ചെയ്യാൻ പറ്റൂ. അതെങ്ങനെ? ചോരയുടെ മണം പിടിച്ച് നടക്കുന്നവർക്ക് സ്വന്തം ചോരയുടെ ഫീലിങ്സ് അറിയോ? ഗംഗ ആയതുകൊണ്ട് ഇയാളെ സഹിക്കുന്നു. ഞാനായിരുന്നെങ്കിൽ ചുമ്മാ തരുമായിരിക്കും. ചോരയുടെ വിലയും രുചിയും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഉണ്ടായിപ്പോയ ചോര കുഞ്ഞുങ്ങളെ വയറ്റിലിട്ട് തന്നെ കഴുകിക്കളഞ്ഞ് നിങ്ങൾ എന്നോട് ചോര മഹാത്മ്യം പാടുകയും വേണ്ട. മാഡം, ലെക്ചർ ക്ലാസ്സിന് സമയമായി. ഗൗതം അല്ലാതെ വേറെ ആരെങ്കിലും ഈ താടക എടുത്ത് തർക്കിക്കാൻ നിൽക്കോ? പോയി ഗംഗാ മാഡത്തിനെ സമാനിപ്പിക്കാൻ നോക്കും. ഹലോ, ഹാങ് ഓവർ ഇതുവരെ മാറിയില്ലേ? ടേക്ക് ഇറ്റ് ഈസി യാർ. ദേ നോക്ക്, ഐ എം സോറി. ഐ എം റിയലി സോറി. ദേ ഗംഗേ, നീ ഇങ്ങനെ എന്നും നിന്റെ ഉള്ളിൽ തന്നെ അടച്ചു പൂട്ടിയിരുന്നാൽ പോരാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത്രയ്ക്ക് പൊറുക്കാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെങ്കിലേ 100 ഏത്തം. എല്ലാം നിനക്കറിയാവുന്നല്ലേ? രാജനെയും കൊണ്ട് ട്രെയിനിങ് എയർക്രാഫ്റ്റ് കത്തിയമർന്ന് താഴെ വീണത് നിന്റെ കൺമുന്നിൽ വെച്ച നിന്റെ മടിയിൽ കിടന്ന. സമ്മതിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ലോകത്താദ്യമാണെന്ന് കരുതി നീ ഇനി ജീവിതമേ വേണ്ടെന്ന് വെക്കരുത്. No, still he is with me. I can see him. അല്പം ഒന്ന് ആലോചിച്ച നിനക്കും എന്നെ മനസ്സിലാവും. എന്നെക്കാളേറെ ഇതെന്റെ കർമ്മഫലമാണ്. വിധി. നോ, പഴി ചാരാൻ ആ 2 അക്ഷരം ഉണ്ടായി പോയതുകൊണ്ട് ആ പേരും പറഞ്ഞ് സ്വയം നശിക്കരുത്. എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല. എങ്കിലും ഐ എം സോറി. ആകാശഗംഗയിൽ ഒളിച്ച് പാവനക്ഷത്രങ്ങളെ പേടിച്ച് താൻ എന്നും ഇങ്ങനെ തനിച്ചു കഴിയാൻ തീരുമാനിച്ചാൽ പിന്നെ ഈ പാവം ചെക്കൻ ഒന്നും ചെയ്യാനില്ലേ? ഇനി ഈ പ്രശ്നത്തിന്റെ പേരിൽ മഞ്ഞുള്ളതും വേണ്ട. വാ പോവാം. അർച്ചനയ്ക്ക് കൊടുത്തിട്ടില്ല. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. താൻ ആലോചിച്ച് പറ. എവിടെയായിരുന്നാലും
സുഖമായി കഴിഞ്ഞാൽ മതിയായിരുന്നു. ആര്? ആരുടെ സുഖത്തിന് വേണ്ടിയാ നിന്റെ ഈ അർച്ചന? നിന്റേത് കൂടിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ അച്ഛന്റെ. ഗംഗേ, ശത്രു എന്ന് പറഞ്ഞ് മനസ്സിൽ കുറെ വേർത്ത് കഴിയുമ്പോ തോന്നി തുടങ്ങുന്ന ഒരു സിമ്പതിയില്ലേ, അതെനിക്ക് മറിക്കാൻ ഇനി വയ്യ. വാ, നമുക്ക് പോവാം. നോ ഗൗതം, നമ്മുടെ അച്ഛന് വേണ്ടിയിട്ടാണ് ഈ പൂജ. ഏതച്ഛൻ? ആരുടെ അച്ഛൻ? നിനക്കും എനിക്കും എന്ത് കിട്ടിയിട്ടുണ്ടാ മനുഷ്യനിൽ നിന്ന്? അർച്ചന നടത്തി പൊലിപ്പിക്കേണ്ട ജീവനല്ല അയാളുടേത്. കുട്ടിക്കാലത്ത് ഇത് എനിക്ക് ആദ്യം പഠിപ്പിച്ചു തന്നത് നീയാ. നോക്ക്, ഈ മുറിവിന്റെ നീറ്റൽ ഇപ്പോഴും പോയിട്ടില്ല എന്റെ മനസ്സിൽ നിന്ന്. ഒരു ദിവസം കൊണ്ട് നമ്മളെ അനാഥരാക്കിയ ആ മനുഷ്യനോട് എന്ന് തോന്നി തുടങ്ങി നിനക്ക് ഈ ദയ? അന്ന് നീ അലറിയ അലർച്ച ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. വേണ്ട, നിന്റെ പ്രാർത്ഥന അയാൾക്ക് വേണ്ട. അയാളോടുള്ള ഒടുങ്ങാത്ത പകയുടെ ചൂടില നമ്മൾ രണ്ടാളും വളർന്നത്. ആ തീ നീ പ്രാർത്ഥിച്ച് കെടുത്തരുത്. मैं इनकी सताऊंगी, आप चलिए। जी मैम साहब. कोई भी फोन अटेंड नहीं करेंगे। जी मैडम। डोंट अलाउ एनीबडी इनसाइड दिस होटल। जी। प्रिंस का कमरा कौन सा है? 210 मैडम। 210। से देवलाल, you're under arrest। हम तुम्हें गिरफ्तार करते हैं। क्या? मैंने क्या किया? कितना सोना खरीदा है तुमने? सोना? How much gold have you purchased? Tell me। अरे सोना? कौन सा सोना? तुम्हारी सेठानी की शादी की सोना। सच बोलो सेठ, हमसे मजाक मत करो। Where is the gold? प्रिंस कहाँ है? सोना किधर रखा है? अरे कौन सा सोना? कौन सा राजकुमार? कौन सा प्रिंस? प्रिंस तेरा बाप। अरे बाप रे, मेरा बाप तो 10 साल पहले मर गया। नमस्ते जी। अच्छा जी साहब, मैं एक छोटा सा बिजनेसमैन हूँ। What is your business? दाल चावल वगैरह वगैरह। यू वांट इट? आई सेंड इट। साले, ये बहुत पुराना मजाक है। सच बोलो, सोना कहाँ छुपा रखा है? बोलो। രാജീവ്, തൊട്ടൽ പൊട്ടും. ഇയാളുടെ ദേഹം മുഴുവൻ പ്രിൻസ് തീറ്റിച്ച നെയ്യാ. തൊട്ടത് ഹൈ ടെൻഷൻ ലൈനിലായിരുന്നു എന്ന് മനസ്സിലാക്കി തന്നതാണ് പ്രിൻസ്. ഡ്യൂട്ടി നിർവഹിച്ചതിനുള്ള കോംപ്ലിമെന്ററി വാണിംഗ്. പ്രിൻസിനെ പോലുള്ള കിങ്ങിനെ തോൽപ്പിക്കാൻ ഡിപ്പാർട്ട്മെന്റ് തുന്നിത്തന്ന ഈ യൂണിഫോമിന് ഇനി ശക്തിയില്ല. വി ആർ ഹെൽപ്ലെസ് ഗൗതം. തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയും ദേഹത്തിട്ടിരിക്കുന്ന കാക്കി ഊരി മഞ്ഞിൽ തെണ്ടുന്ന യാക്കനിട്ട് കൊടുത്താൽ നിങ്ങളെക്കാൾ വീറും ധൈര്യവും കാണും. റിയാക്ട് ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ടും കോറും വലിച്ചെറിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഇതിനു മുൻപ് പ്രിൻസിനെതിരെ റിയാക്ട് ചെയ്തവരൊക്കെ മഞ്ഞുപാളികൾക്കിടയിൽ ഇപ്പോഴും ചെയ്യാതെ കിടപ്പുണ്ട്. ഡിപ്പാർട്ട്മെന്റിന് നഷ്ടപ്പെട്ടത് അപ്പോയിന്റ്മെന്റുകളിലൂടെ നികത്താവുന്ന കുറെ ഓഫീസേഴ്സ്. പക്ഷേ അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരു കാലത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ബന്ധങ്ങളും. ഈ ലോകത്ത് എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ഇത്ര ഭയന്ന് പിന്നെ എന്തിനാണ് ഈ ഉദ്യോഗം? ഒഴിവാക്കിക്കൂടെ? ഒഴിവാക്കാം.
അത് തന്നെയാണ് എന്റെ തീരുമാനവും. പക്ഷേ ആദ്യം നീ ഒന്ന് സെറ്റിലായി കാണണം, അത്രയും മതി എനിക്ക്. അതുവരെ എന്ത് സംഭവിച്ചാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതേപോലെ ഒരു വീട് കെട്ടിയിട്ട് വേണം എനിക്ക് മറിയെ കെട്ടാൻ. അതിനു മുമ്പ് വേറെ ആണുങ്ങൾ കെട്ടിക്കൊണ്ടുപോകും. ദേ കരുനാക്ക് വളച്ചു വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. നീ ആരാന്നാ നിന്റെ വിചാരം? നീ വെറും സൽമാനാ. സൽമാൻ ഖാനൊന്നും അല്ല. സൽമാൻ ഖാൻ ആരാന്ന് തനിക്കറിയോ? ടേബിൾ ടെന്നീസ് കളിക്കാരനല്ലേ? അല്ല, കബഡി. എന്തായാലും കബഡിയിലോട്ട് മാറിക്കളഞ്ഞു. ഇതാ ഇന്ത്യയിലെ കളിക്കാരുടെ കുഴപ്പം. ഒരു കളിയിൽ അവർ ഉറച്ചു ഗുഡ് നിൽക്കില്ല. മോർണിംഗ് സാബ്. ഗുഡ് മോർണിംഗ് മാഡം. അല്ല, നിന്റെ തീരുമാനം പറഞ്ഞില്ല. As you wish. മീൻസ് നീ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. Hey, guys!